ആരോഗ്യമന്ത്രി വീണയ്ക്ക് കഴുത്തിലുണ്ടായ പരിക്കും ICU അഡ്മിഷനും ഒക്കെയാണ് ഇപ്പോൾ എല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് വ്യാജമാണെന്നും അത് ഒറിജിനൽ അല്ലെന്നും ഒക്കെ ഒത്തിരി ആളുകൾ ചർച്ച ചെയ്യുന്നുണ്ട്. അതുപോലെ നല്ല ക്ഷതമുണ്ടായിട്ടുണ്ട് എന്നുള്ള രീതിയിലും വാർത്തകളുണ്ട്. ഇപ്പം കഴുത്തിൽ ഇങ്ങനെ ക്ഷതമുണ്ടായാൽ എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ, അതുപോലെ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, എപ്പോഴാണ് MRI എടുക്കേണ്ടത്, എക്സ്റേ എടുക്കേണ്ടത്, ഇത്തരം കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞുതരാം. അത് എന്തെങ്കിലും എപ്പോഴെങ്കിലും ആവശ്യം വരുമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ ഒരു കാര്യം ഇപ്പോൾ പറയുന്നത്. കഴുത്തിലൊരു പരിക്കുണ്ടായാൽ അത് വളരെ ഡേഞ്ചറസ് ആവാൻ സാധ്യതയുണ്ട്. കാരണം കഴുത്തിൽ വലിയ മസിൽസ് ഒന്നുമില്ല പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട്. നമ്മുടെ സെർവിക്കൽ സ്പൈൻ എന്ന് പറഞ്ഞ സ്പൈനിലൂടെയാണ് സ്പൈനൽ കോഡ് വരുന്നത്. അതിൻ്റെ അകത്ത് നമ്മുടെ ശ്വാസം എടുക്കുന്ന നരമ്പുകൾ മുതൽ നമുക്ക് കൈ കാലുകൾ നിയന്ത്രിക്കുന്ന നരമ്പുകൾ വരെ ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും വലിയൊരു ക്ഷതം വന്നു കഴിഞ്ഞാൽ ഇതിലെന്തെങ്കിലും പ്രോബ്ലം വന്നാൽ ജീവിതകാലം പാരലൈസിസ് ആവാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, ബൈക്കിൽ നിന്നൊക്കെ വീണ് കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമ്മൾ കഴുത്ത് സപ്പോർട്ട് ചെയ്യാതെ നമ്മളെ ഹോസ്പിറ്റലിലോട്ട് ഷിഫ്റ്റ് ചെയ്യരുത്. ആരോഗ്യമന്ത്രിക്ക് ഇങ്ങനൊരു പരിക്കുണ്ടായ സമയത്ത് നമ്മൾ ഒരിക്കലും ഈ രീതിയിലല്ല ട്രാൻസ്പോർട്ട് ചെയ്യേണ്ടത്. കഴുത്തിലൊരു സപ്പോർട്ട് ചെയ്ത് കോളറൊക്കെ ഇട്ട് അനക്കാതെ വേണം അത്രയും പരിക്കുണ്ടെങ്കിൽ ഷിഫ്റ്റ് ചെയ്യേണ്ടത് തന്നെ. അത് തന്നെ തെറ്റായിട്ടുള്ളൊരു കാര്യമാണ് പരിക്കുണ്ടെങ്കിൽ. രണ്ടാമതായിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയതിന് ശേഷവും ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് കഴുത്ത് പ്രോപ്പറായിട്ട് സപ്പോർട്ട് ചെയ്ത് നമ്മുടെ ഹാർഡ് സെർവിക്കൽ കോളറാണ് ഇടേണ്ടത്. സോഫ്റ്റ് സെർവിക്കൽ കോളർ നമ്മൾ സാധാരണ സിനിമയിൽ കാണുന്ന പോലെയുള്ള സോഫ്റ്റ് സെർവിക്കൽ കോളർ അല്ല ഇടേണ്ടത്. എന്നിട്ട് വേണം പ്രോപ്പറായിട്ട് അനങ്ങാത്ത രീതിയിൽ വേണം ഷിഫ്റ്റ് ചെയ്യാൻ. കാരണം ഈ എല്ല് പൊട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഞരമ്പുകളിൽ കുത്തിയാൽ ജീവിതകാലം മൊത്തം പാരലൈസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അത് ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ ബൈക്കിൽ നിന്നൊക്കെ വീഴുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണമെന്ന് പറയാനുള്ള കാരണം അതാണ്. ഇനി ആർക്കാണ് ഇത് എക്സ്റേ അല്ലെങ്കിൽ CT അല്ലെങ്കിൽ MRI എടുക്കേണ്ടത്? ഇനി ഞങ്ങൾ ലോകമെമ്പാടും ഫോളോ ചെയ്യുന്ന ഒരു ക്രൈറ്റീരിയ ഉണ്ട്. പല ഡോക്ടേഴ്സും അത് ഫോളോ ചെയ്യാറില്ല. ആ ഒരു ക്രൈറ്റീരിയ ഞാൻ പറയാം. കനേഡിയൻ C-സ്പൈൻ സ്കോർ എന്നുള്ളതാണ് ഇതിൻ്റെ സ്കോറിങ്ങിൻ്റെ പേര്. ഈ സ്കോർ അനുസരിച്ചാണ് നമ്മൾ MRI വേണോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. അതായത് 65 വയസ്സിന് മുകളിലോട്ടുള്ള ഒരു വ്യക്തിക്ക് ഇതുപോലെ കഴുത്തിന് ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ എന്തായാലും നിർബന്ധമായിട്ടും എക്സ്റേ അല്ലെങ്കിൽ MRI എടുത്തേ പറ്റുള്ളൂ. ഒരു ഇമേജിങ് അവിടെ നടന്നിരിക്കണം. അല്ലെങ്കിൽ രോഗി പറയുവാണ് എൻ്റെ കയ്യിൽ തരിപ്പുണ്ടാവുന്നുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിലും അത് ഇൻഡിക്കേഷനാണ്, ഇമ്മീഡിയറ്റ്ലി ചെയ്തേ പറ്റുള്ളൂ. മൂന്നാമതായിട്ട് ഡേഞ്ചറസ് മെക്കാനിസം ആയിരിക്കണം. ഡേഞ്ചറസ് മെക്കാനിസം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കഴുത്തിൽ വന്ന് വീണു, തലയിലോട്ട് എന്തെങ്കിലും വന്ന് വെയിറ്റ് ഉള്ളൊരു സാധനം വന്ന് വീണു, ഒരു തേങ്ങ വന്ന് വീണു, അല്ലെങ്കിൽ ഒരാൾ വന്ന് തലയിലോട്ട് വീണ് കഴിഞ്ഞാൽ അതൊരു ഡേഞ്ചറസ് മെക്കാനിസമാണ്. അല്ലെങ്കിൽ 3 ഫീറ്റിൻ്റെ മുകളിൽ നിന്ന് താഴോട്ട് വീണു, അല്ലെങ്കിൽ 5 സ്റ്റെപ്പിൻ്റെ മുകളിൽ നിന്ന് താഴോട്ട് വീണു, ഒരു ഭയങ്കര സ്പീഡിൽ ഒരു 100 km/h വണ്ടി വന്ന് ഇടിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ തെറിച്ചു റോഡിലോട്ട് വീഴുന്നു, ഒരു ബൈക്കൊക്കെ ആക്സിഡൻറ്റ് വരുമ്പോൾ, ഇതെല്ലാം ഡേഞ്ചറസ് മെക്കാനിസമാണ്. ഇതിലേതെങ്കിലും ഒരെണ്ണം ഉണ്ടെങ്കിൽ നമ്മളപ്പോൾ MRI എടുക്കണം, അല്ലെങ്കിൽ ഈ ഒരു ഇമേജിങ് ചെയ്യണമെന്നാണ് പറയുന്നത്. ഇതിലൊന്നുമില്ലെങ്കിൽ പിന്നെ നമ്മൾ ലോ റിസ്ക് ഫാക്ടേഴ്സ് നോക്കും. ലോ റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോക്കുന്നത് ആംബുലേറ്ററി ആയിരുന്നു, അതായത് രോഗി എപ്പോഴെങ്കിലും നടക്കാനായിട്ട് പറ്റിയോ, അതിനർത്ഥം ലോ റിസ്ക് ആണെന്നുള്ളതാണ്. അതുപോലെ തന്നെ സിറ്റിംഗ് പൊസിഷനിൽ ഇരിക്കാൻ പറ്റുന്നുണ്ടോ, അങ്ങനെയാണെങ്കിലും ലോ റിസ്ക് ആണെന്നാണ് പറയുന്നത്. അടുത്തതായിട്ട് ഡിലേഡ് ഓൺസെറ്റ് ഓഫ് നെക്ക് പെയിൻ, അതായത് കുറേ നേരം കഴിഞ്ഞിട്ടാണോ കഴുത്തിൽ വേദന ഉണ്ടായത്, അതും സേഫ് ആയിട്ടുള്ളതാണ്. അടുത്തതായിട്ട് റിയർ എൻഡ് കൊളീഷൻ ആണോ, അത് ബാക്കിൽ നിന്നാണോ വണ്ടി ഇടിച്ചത്, അങ്ങനെയാണെങ്കിലും നമ്മൾ ലോ റിസ്ക് ആയിട്ടാണ് പറയുന്നത്, ഹൈ റിസ്ക് അല്ല. അടുത്തത് ഡോക്ടർ പരിശോധിച്ച് നോക്കും നട്ടലിൻ്റെ നടുക്ക് എന്തെങ്കിലും വേദന ഉണ്ടോ. ഒട്ടും വേദന ഇല്ല, ആബ്സെൻസ് ആണെങ്കിൽ അതും ലോ റിസ്ക് ആണ്. ഈ ലോ റിസ്ക് എന്ന് പറഞ്ഞ കുറേ പോയിന്റ്സിൽ ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടെങ്കിൽ ഡോക്ടർ ആദ്യം പറയേണ്ടത് രോഗിയോട് കഴുത്ത് ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും തിരിക്കാനായിട്ട് പറയണം. അങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ രോഗിക്ക് MRI ആവശ്യമില്ല, അതുപോലെ എക്സ്റേ ആവശ്യമില്ല, വീട്ടിലോട്ട് ഡിസ്ചാർജ് ചെയ്ത് വിടാം. ഓക്കെ, ഇതിലെന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിലാണ് അപ്പോൾ നമ്മൾ MRIയും ബാക്കി കാര്യങ്ങൾ എടുക്കേണ്ടത്. അപ്പോൾ കഴുത്തിൽ എന്തെങ്കിലും ഒരു പരിക്കുണ്ടാവുന്ന സമയത്ത് വളരെ കെയർഫുള്ളായിട്ട് വേണം നമ്മളത് ഹാൻഡിൽ ചെയ്യാൻ. പ്രത്യേകിച്ചും ഒരു റോഡ് ട്രാഫിക് ആക്സിഡൻറ്റ് കഴിഞ്ഞതിന് ശേഷം ബൈക്കിൽ നിന്ന് വീഴുകയാണ്, അല്ലെങ്കിൽ പൊക്കത്തിൽ നിന്നൊക്കെ വീഴുകയാണെങ്കിൽ നമ്മൾ നെക്ക് എപ്പോഴും സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രമേ ഹോസ്പിറ്റലിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാവൂ. കാരണം ആ പൊട്ടിയ എല്ല് ആ ഞരമ്പുകളിൽ കുത്തിയാൽ ജീവിതകാലം മൊത്തം പാരലൈസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഒരു വ്യക്തി കഴുത്ത് സപ്പോർട്ട് ചെയ്യുക, അടുത്ത വ്യക്തി ശരിക്കും ഒരു സെർവിക്കൽ കോളർ ഇടുകയോ അല്ലെങ്കിൽ കുറച്ച് ന്യൂസ് പേപ്പർ നീളത്തിൽ മടക്കിയെടുത്തതിന് ശേഷം കഴുത്തിലോട്ട് പിടിക്കുകയോ ചെയ്യുക. എന്നിട്ട് പതുക്കെ മറ്റൊരു വ്യക്തി ഒരു സ്പൈൻ ബോർഡോ പലകയോ അല്ലെങ്കിൽ ഒരു തുണിയിലോട്ടോ ചരിച്ച് കിടത്തണം. അതിനുവേണ്ടി 4 ആളുകൾ വേണം. വീഡിയോ കാണിച്ചിരിക്കുന്നത് പോലെ പ്രോപ്പറായിട്ട് ചരിച്ച് കിടത്തി അതുപോലെ തിരിച്ച് പഴയതുപോലെ ആക്കി എന്നിട്ട് ഒരുമിച്ച് 4 പേരോടെ പിടിച്ചു വേണം ഇത്തരത്തിലുള്ള രോഗികളെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുവരാൻ.
അല്ലാത്ത പക്ഷം അത് സ്പൈനൽ കോഡ് ഇഞ്ചുറി ഉണ്ടാവും. പണ്ട് കോവളത്ത് ഇങ്ങനെ ഒരു ആക്സിഡൻറ്റ് നടന്ന സമയത്ത് ഒരു വ്യക്തി ഇതുപോലെ റോഡിലോട്ട് തെറിച്ച് വീണു. അദ്ദേഹം കഴുത്തിന് ഇങ്ങനെ പിടിച്ച് വേദന എടുത്തിരിക്കുകയായിരുന്നു. കുറേ ആളുകൾ കൂടി. ആംബുലൻസ് വരുന്നവരെ ആരും ഒന്നും ചെയ്തില്ല. ആംബുലൻസ് വന്ന സമയത്ത് ഒരു 4 ആളുകൾ ഒറ്റയടിക്ക് പിടിച്ച് പൊക്കി കഴുത്തങ്ങനെ തൂങ്ങി കിടക്കുകയായിരുന്നു. അദ്ദേഹത്തിന് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ആ എല്ല് പൊട്ടിയിട്ടുണ്ടെങ്കിൽ ജീവിതകാലം മൊത്തം അദ്ദേഹം പാരലിസ് ആവും. ഇങ്ങനെ പലയിടത്ത് സംഭവിച്ചിട്ടുണ്ട്. ഈ ആക്സിഡൻറ്റ് നടക്കുന്ന സമയത്ത് പ്രോപ്പറായിട്ട് നെക്ക് സപ്പോർട്ട് ചെയ്യാതെ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ പാരാലിസിസ് ഉണ്ടാവും. ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. സെർവിക്കൽ സ്പൈൻ ഇഞ്ചുറി സസ്പെക്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ കഴുത്തിൽ ഇഞ്ചുറി സസ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നെക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രമേ ഒരു വ്യക്തിയെ ഹോസ്പിറ്റലിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാവൂ. എന്നിട്ട് ഡോക്ടർ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് കുഴപ്പമില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ കൈ എടുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ കോളർ എടുത്ത് മാറ്റാൻ പാടുള്ളൂ. കോളർ പോലും ഇല്ലാതെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒത്തിരി ആളുകൾക്ക് ഇത് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. മറ്റൊരു വീഡിയോയുമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും. ടേക്ക് കെയർ ഓൾ.